ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അങ്ങേരുടെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ വൺ ഫൈറ്റാണ് ഇന്ന് നടന്നത്. ഞാൻ മലപ്പുറത്തുണ്ടായിരുന്നില്ല, ഞാൻ കൊച്ചിയിലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ലൈസൻസിൻ്റെ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങൾ, നമ്മളെ പോലീസുകാരന്മാരും നമ്മുടെ നാട്ടുകാരൊക്കെ തമ്മിൽ വൻ അടി, പൊട്ടിപ്പാറിയ തല്ല്. അപ്പോൾ വിഷയം വേറെ ഒന്നുമില്ല, മൂപ്പര് ഒരുപാട് നിയമങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെ വന്നൊരു നിയമത്തിൻ്റെ മുകളിലാണ് ഇപ്പം ഈ കച്ചറിയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. മെയ് 1 മുതൽ പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ ട്രാക്കിൽ പരീക്ഷ നടത്തേണ്ടത് 30 പേർക്ക് മാത്രമാണ്. ട്രാക്ക് നിർമ്മിക്കാനുള്ള ചെലവ് ആര് വഹിക്കും? ടെസ്റ്റ് 30 ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ തീരുമാനമാകാതിരിക്കുമ്പോഴാണ് മറ്റൊരു വിചിത്ര നിർദ്ദേശം. മന്ത്രി KB ഗണേഷ് കുമാർ ആദ്യമായി വിളിച്ച ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് നാളെ മുതൽ 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം. സാധാരണ 100 മുതൽ 180 പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ്. 50 ചുരുക്കുമ്പോൾ ആരെ ഒഴിവാക്കും? അതിനുള്ള മാനദണ്ഡം എന്താകും? ഒഴിവാക്കുന്നവർക്ക് പുതിയ തീയതി എങ്ങനെ നൽകുമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയില്ല. മെയ് 1 മുതലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നിർദ്ദേശങ്ങളോട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സഹകരിക്കുന്നില്ല. മന്ത്രിയുടെ നിർദ്ദേശത്തോട് നിസ്സഹകരിക്കുന്ന സ്കൂൾ ഉടമകളെ സമ്മർദ്ദത്തിലാക്കാനാണ് പുതിയ നിർദ്ദേശമെന്നാണ് വിലയിരുത്തൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എടുക്കാനും സാധ്യതയുണ്ട്. അവസാന ട്രിപ്പ് മുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെയും റോഡ് വികസന കരാർ ഏറ്റെടുക്കുന്ന കമ്പനികളുടെ വാഹനങ്ങളും പരിശോധിച്ച് നിയമലംഘനം നടത്തിയാൽ പെർമിറ്റ് റദ്ദാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഓക്കെ, അപ്പോൾ നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ പുതിയ തീരുമാനങ്ങൾ ആക്ച്വലി നല്ലതാണോ എന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ്. കാരണം എൻ്റെ അറിവിൽ തന്നെ ലൈസൻസ് കയ്യിൽ വെച്ചുകൊണ്ട്, അതായത് ലൈസൻസ് കിട്ടി ടെസ്റ്റ് പാസ്സായി പിറ്റത്തെ ദിവസം വണ്ടി കയറിയിരുന്നിട്ട് ക്ലച്ച് എവിടെ, ഗിയർ എങ്ങനെ മാറ്റും, സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കുന്നു ചോദിക്കുന്ന ടീമുകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ 150ഉം 130ഉം ലൈസൻസ് ഒരു ദിവസം കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതായത് സമയമില്ല. ഒരു MPD ഓഫീസർക്ക് ഒരു ടെസ്റ്റ് ഒരാളത് 6 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ അയാൾക്ക് അറിയോ ഇല്ലേ? ഇത് പഠിക്കുന്നത് എന്താ? കറക്റ്റ് എട്ടിടാനും കറക്റ്റ് എച്ചിടാനും. ബാക്കി ഇത് പരിപാടികൾ നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അവർ നോക്കുന്നൊന്നുമില്ല. വഴിപാട് കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് പോണ പരിപാടിയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മളെ റോഡിൽ ഇറങ്ങുന്നവർ കംപ്ലീറ്റ് പഠിച്ചിട്ടാണോ ഇറങ്ങുന്നത്, പകുതി പഠിച്ചിട്ടാണോ ഇറങ്ങുന്നത്, ഇവരെങ്ങനെ ഇറങ്ങണേന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ 50 ലൈസൻസ് ഉള്ളതിനൊക്കെ സംഗതി നല്ലതാണ്. ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ വെരി ക്ലിയർ ആണ്. പക്ഷേ എല്ലാത്തിനും 2 സൈഡുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത് ലൈസൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന, ലൈസൻസ് എടുക്കാൻ വേണ്ടി വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സീനാണ്. കുറേ അധികം പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പം ഈ മന്ത്രി ഇത് ഉത്തരവ് ഇറക്കിയിട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായേ? കാരണം ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതിന് നമ്മളെ മന്ത്രി തന്നെ ഇരുന്ന്, മൂപ്പര് പിന്നെ സ്വന്തം ചാനൽ, സോഷ്യൽ മീഡിയ, മൂപ്പര് അങ്ങനെ സെറ്റാണല്ലോ ഗണേഷ് കുമാർ. മൂപ്പരുടെ കുറച്ച് വീഡിയോസും വന്നിട്ടുണ്ട്. അതിന് പിന്നെ 2-3 ചേച്ചിമാർ പറയുന്ന സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരും കഷ്ടപ്പെട്ട് ചോരയും നീരും വെയിലത്ത് കൊണ്ടാണ് അവർ പഠിപ്പിച്ച് 30 ദിവസത്തെ ക്ലാസ് കൊടുത്ത് 30, 35, 40 ക്ലാസ് വരെ കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അവരെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് എല്ലാവരും ഒരു ദിവസം അവർ സ്ലോട്ട് ബുക്കിംഗ് കൊടുക്കുന്നത് 120 പേർക്കാണ്. അതിൽ ഫെയിൽ ഡേറ്റും എല്ലാം കൂടെ കയറി വരുമ്പോൾ 180ഓളം പേര് ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിനുണ്ടാവും. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് ഇന്നലെ രാത്രി കൊണ്ട് എടുത്ത തീരുമാനത്തിൽ 50 പേരെ മാത്രം ടെസ്റ്റ് കൊടുത്താൽ മതി. ഏപ്രിൽ 30 വരെ അവർ 120ഓളം പേർക്ക് ടെസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനങ്ങളെല്ലാം 1005 രൂപ വീതം ലേണേഴ്സ് ഫീസ് അടച്ച് ഓരോ സർക്കിളിനും ലേണേഴ്സ് ഫീസ് അടച്ചാണ് അവർ ലേണേഴ്സ് എടുക്കുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ പൊതുജനങ്ങളെല്ലാം കഴുതയാക്കിക്കൊണ്ടുള്ള ഈ ഒറ്റ ഒരു തീരുമാനം നമ്മൾ യോജിക്കുന്നില്ല. അതിനാൽ നമ്മൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ്. ടെസ്റ്റ് ഇന്നലെ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മന്ത്രി പറയുമ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഈ ടെസ്റ്റിന് വേണ്ടി ആഹാരം കഴിക്കാതെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. കുട്ടികളും അതുപോലെ ആയിരിക്കും. പേര് വിളിക്കണത് നോക്കി വണ്ടി കൊണ്ടിട്ട് നമ്മൾ കാത്തു നിന്നിട്ടാണ് ടെസ്റ്റിന് കയറുന്നത്. 30 ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ആ ലൈസൻസ് സാറ് പറഞ്ഞ രീതിയിൽ, അതായത് മന്ത്രി ഗണേശ സാറ് പറഞ്ഞ രീതിയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് എത്രയും പ്രായം ചെന്ന മുതിർന്നവർ വരെ ഇതിനകത്ത് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് കള്ളപ്പെടുത്തങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പുതിയ കാര്യം വെച്ചിരിക്കുന്നത്. ഈ പുതിയ ടെസ്റ്റ് നടത്തുന്നതിന് കുഴപ്പമില്ല. ആട്ടോക്കാരൻ്റെ മക്കൾ തൊട്ട് കൂലിപ്പണിക്കാരൻ്റെ മക്കൾ വരെ ഈ ലൈസൻസ് എടുക്കാൻ വരികയാണ്. വീട്ടുജോലിക്ക് പോണവർ 10 രൂപ ചോദിച്ച് അവർക്ക് തരാനില്ല. അവർ പിച്ച് 1000, 2000 ഇങ്ങനെ തരുന്നത്. ഒരുമിച്ച് നോട്ട് വെച്ച് കണ്ടിരിക്കുന്ന ഒരു മന്ത്രിക്കോ ഒരു മനുഷ്യനോ
ഈ പാവങ്ങളെ ബുദ്ധിമുട്ട് അറിഞ്ഞൂടാ. ഞങ്ങൾ പാവങ്ങളാണ്, നിത്യനിവർത്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. സ്കൂൾ ഈ വെയിലത്ത് ഇവിടെ ഞങ്ങൾ വന്നിരുന്ന് കഷ്ടപ്പെടുന്നത്. അത് മന്ത്രിമാരും അറിയണം, മുഖ്യമന്ത്രി അറിയണം, എല്ലാവരും അറിയണം. നമ്മളെ ഭരണകർത്താക്കൾ ജനങ്ങളെ പറ്റിക്കാനല്ല വരേണ്ടത്, അവരെ നേരെ കൊണ്ടുപോകണം. അങ്ങനെ കുറേ ആൾക്കാർ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നു, അടിയാകുന്നു, പോലീസിനായിട്ട് കച്ചറയാകുന്നു, ആകെ വിഷയങ്ങൾ സംഭവിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മന്ത്രി വരുന്നത്. നമ്പർ കുറയ്ക്കേണ്ടതിന് ആവശ്യമാണ് കേരളത്തിൽ. ഈ കോവിഡിന് ശേഷം വന്ന ഒരു ബാക്ക്ലോഗ് പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഓഫീസിൽ നിന്ന് 60 ലൈസൻസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് 180 ലൈസൻസ് വരെ കൊടുക്കും. ഇന്ന് രാവിലെ പറയുമ്പോഴാണ് 150ഓളം ആളുകൾ ഒരു ദിവസം ലൈസൻസ് വേണ്ടി വരികയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾക്കെല്ലാം പരിശോധിക്കാൻ വെറുതെ പറയുന്നതല്ല, 8:30 മണി മുതൽ 1:30 മണി വരെ 2 മണി വരെയാണ് മാക്സ്. അപ്പോൾ 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂറിലാണ് ഒരാൾ 60 ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഓഫീസിലാണെങ്കിൽ 2-3 ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ പിന്നെയും നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരാൾ 60 ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 ലൈസൻസാണ്. അപ്പോൾ ഒരു ലൈസൻസിന് കിട്ടുന്നത് 6 മിനിറ്റാണ്. 6 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണം. ആ മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയുടെ പരീക്ഷ എഴുതുന്ന ആളുമായി ചോദ്യോത്തരം നടത്തണം. ഇതാണ് നിയമം. അത് കഴിഞ്ഞാൽ റോഡിൽ ടെസ്റ്റ് ചെയ്യണം. റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ കാറിലേക്ക് കയറിയിരുന്ന് ഉദ്യോഗാർത്ഥി ലെഫ്റ്റ് ഇടുമ്പോൾ പഠിക്കാൻ പരീക്ഷ എഴുതാമെന്നാണ് ബെൽറ്റ് ഇടുമ്പോൾ തന്നെ 3 മിനിറ്റ് കഴിഞ്ഞ്, ഗിയറിട്ട് എടുക്കുമ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായി ഈ കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായി നടത്തിയ ഒരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥരെതിരെ കർശനമായ നടപടിയെടുക്കും. അങ്ങനെ ഉത്തരവില്ല. എവിടെ ഇറങ്ങിയിരിക്കുന്നു? ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല, അതിനെ കള്ളം പറയേണ്ട എന്താ, യോഗത്തിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അതിനകത്ത്. ആ യോഗ വിവരങ്ങൾ പുറത്ത് വേറെ തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അത് ഒരു അന്തരീക്ഷം മോശമായി. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും മുതലെടുക്കാൻ, LDF സർക്കാരിനെതിരെ മുതലെടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. അത് ഡ്രൈവിംഗ് സ്കൂളുകാരുമായി ചേർന്നിട്ട് തന്നെയാണ്. പറയാൻ മടിക്കേണ്ട കാര്യമില്ല. അതിൽ അന്വേഷണം നടക്കും. ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തിക്കൊടുത്ത് ഇന്നലെ രാത്രി തന്നെ, കാരണം KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി വന്ന പരിപാടിക്ക് ആളെ സംഘടിപ്പിക്കാൻ പാടുപെട്ടു എന്ന് പറഞ്ഞ് പ്രസിഡൻറ്റ് പിണങ്ങിപ്പോയ നാടാണ്. അദ്ദേഹം ശകാരിച്ചിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണിതൊക്കെ. ആ നാട്ടിൽ കൊല്ലത്തെ ഒരു വനിതാ നേതാവ് രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ച് വരാൻ കഴിയുമെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനക്കാരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും പിന്തുണയോടെയാണ്. അത് ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ചെയ്യാൻ, അത് ഗൂഢാലോചന തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈവിംഗ് 6 മിനിറ്റ് കൊണ്ട് ഡ്രൈവിംഗ് കൊടുക്കും. ഞാൻ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പലരും ആക്സിഡൻറ്റിൽ മരിക്കുന്നു. പ്രായമാകുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. ലൈസൻസ് ഇല്ലാതെ റാഷായിട്ട് ഓടുന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ലോറിക്കാർ ഇടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ മോശമായി ശക്തമായി പ്രതികരിക്കുകയും നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും ഈ 6 മിനിറ്റ് കൊടുക്കുന്ന ഈ ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ ഈ സംവിധാനം അവസാനിച്ചു പോയി. ലൈസൻസ് ടു ഡ്രൈവിനല്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ, അല്ല കില്ലിങ്. ജെയിംസ് ബോണ്ടിൻ്റെ പടത്തിൽ പറയും ലൈസൻസ് ടു കിൽ എന്ന് പറയും. ആരെയും കൊല്ലാനുള്ള ലൈസൻസ്, ആരെയും കൊല്ലാവുന്ന ലൈസൻസ് ആണ്. അടിപൊളി. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഗൂഢാലോചന നടത്തി നമ്മുടെ ഗതാഗത മന്ത്രിയെ പെടുത്തി എന്നുള്ളതാണ് ഗതാഗത മന്ത്രി പറയുന്നത്. പിന്നെ മൂപ്പര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല. 6 മിനിറ്റ് കൊണ്ട് എന്തോന്നല്ല, ഇങ്ങനെ ഈ 6 മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന ലൈസൻസ് ടു കില്ലാണ്, ലൈസൻസ് ടു ഡ്രൈവ് അല്ല. അങ്ങനെയാണ് എൻ്റെ ഒരു വേർഷൻ. അപ്പോൾ എന്താണെങ്കിലും പുതിയ നിയമങ്ങൾ, റോഡ് സേഫ്റ്റി നിയമങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ ലൈസൻസിൻ്റെ പരിഷ്കരണങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയാണ്, നല്ലതാണ്. കാലം പറഞ്ഞതനുസരിച്ച് ഈ നിയമങ്ങളും മാറണ്ടേ. പിന്നെ നമ്മളെ ഉണ്ടോ സാധനം ഉണ്ടോ ഇല്ലേ, ഒരിക്കൽ ട്രൈ ചെയ്ത് പൊട്ടിയാ ഇനി കിട്ടുമോ? എനിക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ അറിയാം, പക്ഷെ ബാക്കിലേക്ക് എടുക്കാൻ സീനുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ബാക്കിലേക്ക് എന്തിനാ എടുക്കുന്നത്? ബാക്കിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ ഇവർ എന്തുകൊണ്ട് ലൈസൻസ് തരുന്നില്ല? എനിക്ക് പ്രതിഷേധമുണ്ട് ഇതിന്. എനിക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ അറിയാം, ബാക്കിലേക്ക് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് തരാൻ എടുക്കുന്നത് ഭയങ്കര പോറാണ്. ഗതാഗത മന്ത്രി ഇത് കേൾക്കും. അത് കേൾക്കണം. ഞാൻ പറയാം, നമ്മളെ പ്രതിഷേധം ആര് കേൾക്കും? പിന്നെ നമുക്ക് വേണ്ട ലൈസൻസ് മുന്നിൽ ഓടിക്കാൻ മാത്രം മതി. നമ്മ മുന്നോട്ട് മാത്രമേ ഉള്ളൂ, നമ്മ പിന്നോട്ടില്ല. ഓഹോ, പിന്നെന്തുകൊണ്ട്? അപ്പൊ ഈ വൺ വേ ആണ്. ഫെയർ അല്ല തൊപ്പിയുടെ ഫെയർ അല്ലാത്ത ഈ ഒരു സംഗതി ഗതാഗത മന്ത്രി പ്ലീസ് അല്ലേ, അടിക്കും. ആ റിക്വസ്റ്റ് നിങ്ങളൊന്ന് നോക്കി ഡീൽ ചെയ്ത് വിടണം.